ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സീക്കോ ജോസ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ആൾക്കാരി നമ്മൾ വിചാരിച്ചോളം വലിയ ഹിറ്റായി. അപ്പോൾ അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അതിനാദ്യമായിട്ട് റോസ്റ്റ് ചെയ്ത ജോക്കുട്ടൻ പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്സെറ്റായി. ആദ്യമായിട്ട് റോസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. എന്തായാലും ആളോടും വലിയൊരു നന്ദി പറയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയൊരു വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റോസ്റ്റിംഗ് ആയിരുന്നു അത്. അതുപോലെ തന്നെ 3-4 പേര് ട്രോൾ വീഡിയോസ് ഇറക്കിയിരുന്നു. അവരോട് നന്ദി പറയുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് അതിന്റെ പിന്നാമ്പുറ കഥകൾ. ഒരിക്കലും ഇത് റിലീസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു വെച്ച ഷോർട്ട് ഫിലിം ആയിരുന്നു. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇത് റിലീസ് ചെയ്യണ്ടെന്ന് വെച്ചു. പക്ഷെങ്കിൽ അത് വർക്ക് ഒരെണ്ണം ചെയ്തിട്ട് ഇറങ്ങാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്ക് അതൊരു വിഷമം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളത് റിലീസ് ചെയ്തതാണ്. എനിക്കറിയാം ഇത് കയ്യിൽ നിന്ന് പോയ ഒരു സാധനം തന്നെ ആയിരുന്നു എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിന്റെ പിന്നാമ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസമായിരുന്നു നമ്മളത് ചെയ്തത്. അത് ആഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെ അന്നാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പോ അത് അന്ന് വരാനുള്ള ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒഴിവ് ക്യാമറാമാൻ അവർക്ക് ഒഴിവുള്ളത് അന്നായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ് ചേട്ടാ കാലത്ത് 10 മണിക്ക് എത്താൻ പറ്റുള്ളൂ, 12:30 വരെ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിൽ ഊട്ടാണ്. അപ്പൊ അത് കൊല്ലത്തിൽ ഒരു ദിവസം ഉള്ള ഊട്ട് തിരുനാളാണ്. അപ്പൊ അത് മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. അതിന്റെ മുന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ സുശീലാമ്മ കണ്ണൂരിൽ നിന്ന് അവർ കോട്ടയത്ത് പോയിട്ട് തിരിച്ച് കണ്ണൂർ പോകുന്ന വഴിക്ക് തൃശ്ശൂർ ഇറങ്ങിയിട്ട് തലേ ദിവസം 14-ാം തീയതി ഇവിടെ ഹോൾട്ട് ചെയ്തു. 15-ാം തീയതി ഷൂട്ട് എന്നുള്ള രീതിയിൽ. അപ്പോ പിന്നെ ഷൂട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ണൂർ പോയിട്ട് പിന്നെ തിരിച്ചു വരണം. അത് അവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ ഇറങ്ങിയത് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അങ്ങനെ പിന്നെ റിയ അവിടെ നിന്ന് എത്തി, എറണാകുളത്ത് നിന്ന് എത്തി. അപ്പൊ അങ്ങനെ 15-ാം തീയതി നമ്മൾ ഷൂട്ട് വിചാരിച്ചു. 10:30 നമ്മളവിടെ ചെല്ലുമ്പോ തന്നെ 10:30-11 മണിയായി. നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ, ലൊക്കേഷൻ കണ്ടറിയാലോ, പാലം മുകളില്, റാമ്പ് താഴെ, സ്ലോപ്പിൽ ക്യാമറ ട്രൈപോഡ് ഉറപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്ന് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാം, ഷൂട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്ര ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റായില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്തായാലും ഷൂട്ട് ചെയ്തെടുക്കാന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തു. നട്ടുച്ച നേരത്തായിരുന്നു. 12:30-1 മണിയായപ്പോ അവര് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ പോവാണ്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ പെരുന്നാൾ മുടങ്ങും. അപ്പൊ അവരോട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ഈ ആർട്ടിസ്റ്റോട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവരെയൊക്കെ എടുത്ത് തീർക്കാം. അപ്പൊ തുടക്കം തൊട്ടേ ഞാൻ വെയിൽ കൊണ്ട് അവരുടെ കൂടെ ഉണ്ട്. എല്ലാ വെയിലും നിന്ന് കൊണ്ട് അവരെ വെച്ച് അവരുടെ ഷോട്ടുകളൊക്കെ തീർത്ത്, അമ്മച്ചിയുടെ ഷോട്ടുകൾ എല്ലാം ഒക്കെ എടുത്ത് തീർത്ത് സെറ്റായതിനു ശേഷമാണ് എന്റെ ഷോട്ട് എടുക്കാൻ പോകുന്നത്. എന്റെ ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ ക്യാമറമാൻ ഇല്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സേഫ്റ്റി ഷോട്ട് എടുത്ത് വെക്കാം. ഗ്രീൻ മാറ്റിൽ മിക്സ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിൽ ഒരു സേഫ്റ്റി ഷോട്ട് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ അതിന്റെ 2 ഷോട്ടുകൾ അങ്ങനെയാണ് എടുത്തത്. ലാസ്റ്റത്തെ ഷോട്ടുകൾ, മറ്റേതൊക്കെ അവർ തന്നെ എടുത്ത ഷോട്ടുകളാണ്. ലാസ്റ്റത്തെ ഷോട്ട് നമ്മൾ ഗ്രീൻ മാറ്റിൽ മിക്സ് ചെയ്യുക ചെയ്തത്. അത് തീർച്ചയായിട്ടും സമയമില്ല അന്ന്. അത് പറയണ്ട, ഇതൊക്കെ കഴിയുമ്പോൾ ഒരു 2 മണി 3 മണിയായിരുന്നു. ശരി, ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിക്കാന്ന് ചെന്നപ്പോ ഈ ഹോട്ടലുകളൊക്കെ കഴിഞ്ഞു, മുടക്ക ഞായറാഴ്ച അല്ല, ഉള്ള ഹോട്ടലിലെ ഫുഡൊക്കെ തീർന്നു. അപ്പൊ പിന്നെ ഇത്തിരി ഒരു 4 സർബത്തും 2 ബിസ്ക്കറ്റും തിന്നിട്ടാണ് പിന്നെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അവരെല്ലാവരും നന്നായിട്ട് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് അന്നത് ചെയ്ത് തീർക്കാൻ പറ്റിയത്. ആ ഷോർട്ട് ഫിലിം ഏതെങ്കിലും രീതിയിൽ കാര്യം നട്ടാപ്പുറ വെയിലത്ത് 12:30, 1 മണി, 2 മണി നേരത്തേക്കാണ് നിന്ന് വർക്ക് ചെയ്തത്. എന്തുതന്നെയായാലും അതിനൊരു റിസൾട്ട് ഉണ്ടായി. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ റിയ വളരെ നന്നായിട്ട് ആക്ട് ചെയ്തു, സഹകരിച്ചു. ഒരുപാട് സന്തോഷം. ആ കൊച്ചു പേടിച്ചിട്ട് 2 കാലും പുഴയിൽ ഇറക്കി വെക്കാനാണ് പറഞ്ഞത്. പുഴയിൽ നിന്നുകൊണ്ട്, പുഴ മീൻസ് ആ തോട്ടിൽ നിന്നുകൊണ്ട് അലക്കാനാണ് പറഞ്ഞത്. പക്ഷെ അവൾക്ക് അന്നേരം ഭയങ്കര പേടിയായിരുന്നു. അവള് പറഞ്ഞു ഞാൻ ഒരു കാലം മുകളിൽ വെക്കാം, ഒരു കാലം ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു ഏട്ടല്ല, അങ്ങനെ ഒരു പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ക്യാമറ ബാക്ക് ചെയ്യാൻ പറ്റാത്ത, പുഴയിൽ ക്യാമറ വെക്കാനോ കാര്യങ്ങൾക്ക് പറ്റില്ല, പുഴയിൽ ആ തോട്ടില്. അപ്പൊ അങ്ങനെ 1 സൈഡ് ക്യാമറ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പൊ അവള് പരമാവധി നന്നായിട്ട് അത് ചെയ്തു. കോസ്റ്റ്യൂമൊക്കെ റിയോടൊരു പാവാടയും ബ്ലൗസും ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ കൊണ്ടുവന്ന കോസ്റ്റ്യൂം അതായി പോയി. അപ്പൊ അതൊട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒട്ടും തൃപ്തിയിലാണ്. ഞാൻ പറഞ്ഞു വേറെ കോസ്റ്റ്യൂം കൊണ്ടുവന്നപ്പോ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയുള്ളത് ചുരിദാറാണ്. ചുരിദാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അലക്കാൻ അത്
വേണ്ടാന്നുള്ള രീതിയിൽ ആ പാവാടയും ബ്ലൗസ് തന്നെയാണ് ഉപയോഗിച്ചത്. എല്ലാം കൊണ്ട് എല്ലാവരും സഹകരിച്ചു, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്തത്. അതിന് ഗുണമുണ്ടായി, എല്ലാവരും ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് പേര് അതിനെ വളരെ വിമർശനാത്മകമായിട്ട് പറഞ്ഞു. അതിലൊന്നും സങ്കടമോ വിഷമമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കേ അറിയാം, ഞങ്ങളുടെ മറ്റു വർക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കേ അറിയാം ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയ സാധനമാണ്. എന്നാലും അവർക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിലീസ് ചെയ്തത്. അപ്പോൾ ട്രോളിയവരോടും കളിയാക്കിയവരോടും അതുപോലെ നന്നായി നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ അറിയിച്ചില്ല എല്ലാവരോടും നന്ദി. ഇനിയും കൂടെ ഉണ്ടാവണം, ഞങ്ങളൊപ്പം ഉണ്ടാവണം. ഞാൻ പുതിയ വർക്കുകളായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ അത്ര വലിയ ടീമൊന്നുമല്ല, ചെറിയ ടീമാണ്. വളരെ ചുരുങ്ങിയ ലെവലിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹവും എല്ലാം ഞങ്ങളോട് ഉണ്ടാവണം. ഞങ്ങളെ ആ രീതിയിലൊക്കെ കാണാവൂ. എല്ലാവരോടും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം സീക്രട്ട് ജോസ്.